ജേർണി വിത്ത് എസ്എംജിയുടെ ഹെറിറ്റേജ് ഹാവൻ എന്ന ഡാഡ് ആൻഡ് ഡോട്ടർ സീരീസിലേക്ക് ഏവർക്കും സ്വാഗതം. ഈ പോഡ്കാസ്റ്റിൽ കൂടി ഞങ്ങൾ നമ്മൾ ഈ പോഡ്കാസ്റ്റിൽ സംസാരിക്കാൻ പോകുന്ന കുറേ കാര്യങ്ങളാണ്. ബൈബിളിനെ പറ്റി പഠിക്കും, ബിബിക്കൽ ക്യാരക്ടേഴ്സ്, ബിബിക്കൽ പ്ലേസസ്, പിന്നെ ഈ സ്പിരിച്വൽ ഹെൽത്തിനും സ്പിരിച്വൽ ഗ്രോത്തിനും പറ്റിയ കുറേ കാര്യങ്ങൾ നമ്മൾ ഇപ്പം ദൈവത്തിൻ്റെ കൂടെ അടുക്കാൻ വേണ്ടിയുള്ള കുറേ കാര്യങ്ങൾ നമ്മൾ പഠിക്കുന്നുണ്ട്. ഈവൻ ബൈബിൾ ഗെയിംസ് ഇതൊക്കെയാണ് നമ്മൾ ഈ ഹെറിറ്റേജ് ഹാവൻ ഡാഡ് ആൻഡ് ഡോട്ടറിൽ നമ്മൾ ചെയ്യാൻ പോകുന്നത്. ഈവൻ ഈ ചാനലിൽ കൂടി ഞങ്ങൾ ചില സർപ്രൈസ് ഗിഫ്റ്റ് ഒക്കെ തരാൻ ആഗ്രഹിക്കുന്നുണ്ട്. ഇറ്റ് വിൽ ബി സർപ്രൈസ്. ഓക്കെ, Sarah, you have anything to start with? Any topics നമ്മൾ തുടങ്ങുന്നുണ്ട്? ഏതെങ്കിലും ഒരു ടോപ്പിക്ക് ഷെയർ ചെയ്യാൻ ആഗ്രഹമുണ്ടോ? ഫസ്റ്റ് എപ്പിസോഡ് അല്ലേ, അപ്പം നമുക്ക് കുറച്ച് ബേസിക് ആയിട്ടുള്ള, അപ്പം അത് നമ്മൾ എല്ലാവരും ക്രിസ്ത്യൻസിന് എല്ലാവർക്കും അപ്പം ദൈവത്തിനെ പറ്റി കൂടുതൽ പഠിക്കുകയാണെങ്കിൽ ഓൾഡ് ടെസ്റ്റ്മെന്റ്, ന്യൂ ടെസ്റ്റ്മെന്റ്, ഇതിനെ പറ്റി കൂടുതൽ പഠിക്കണമെങ്കിൽ വി ഹാവ് ടു ലേൺ അബൌട്ട് ദ ബൈബിൾ. അപ്പം നമുക്ക് ബൈബിളിനെ പറ്റി കുറച്ച് ബേസിക് കാര്യങ്ങൾ പഠിക്കാം. ഓക്കെ, ഗുഡ് ചോയ്സ്. അപ്പോൾ നമുക്ക് ബൈബിളിനെ കുറിച്ച് ചില കാര്യങ്ങൾ നമുക്ക് ഒരുമിച്ച് ചിന്തിക്കാം. ബൈബിൾ എന്നത് ഒരു ഗ്രീക്ക് ഭാഷയിൽ നിന്ന് വന്നിരിക്കുന്ന ഒരു വാക്കാണ് ബൈബിൾ. ബൈബിൾ എന്ന വാക്കിൻ്റെ മൂലഭാഷ അല്ലെങ്കിൽ റൂട്ട് മീനിങ് എന്ന് പറഞ്ഞാൽ ബിബ്ലിയ എന്നുള്ളൊരു സിംഗുലർ ഫ്രേസിൽ നിന്ന് വന്നിരിക്കുന്നത്. ബിബ്ലിയ മീൻസ് ബുക്ക്. നമുക്കറിയാം ബൈബിളിൽ എത്ര ബുക്സ് ആണുള്ളതെന്ന് അറിയാമല്ലോ? 66, റൈറ്റ്? 66 പുസ്തകങ്ങൾ പുസ്തകം ബൈബിൾ. അപ്പോൾ അതിൻ്റെ ഒരു പ്ലൂറൽ ഫോമാണ്, ഗ്രീക്കിൻ്റെ പ്ലൂറൽ ഫോമാണ് ബിബ്ലിയോ. ബിബ്ലിയോ എന്ന വാക്കിൽ നിന്നാണ് ബിബ്ലിയ വന്നിരിക്കുന്നത്. ബിബ്ലിയയിൽ നിന്നാണ് ഇംഗ്ലീഷിൽ നമ്മൾ പറയുന്ന ബൈബിൾ എന്ന വാക്ക് വന്നിരിക്കുന്നത്. ഈ ബൈബിൾ ആദ്യകാലത്ത് ഓൾമോസ്റ്റ് മോർ ദാൻ 1000 of years ബാക്ക് ആണ് ബൈബിൾ എഴുതിയിരിക്കുന്നത്. ഈ ബൈബിൾ എഴുതിയിരിക്കുന്ന സ്റ്റാർട്ടിങ്ങിൽ എന്തിലാണ് എഴുതിയെന്ന് അറിയാം? ഇതുപോലെ പെന്നും ബുക്കും വെച്ചാണ് എഴുതിയത്. ഓക്കെ, അപ്പൊ എന്തായിരിക്കും, എങ്ങനെ, എന്തിലായിരിക്കും എഴുതിയത്? പണ്ട് കാലത്ത് രാജാക്കന്മാർക്ക് റോയൽ ആയിരിക്കുന്ന ആൾക്കാർക്ക് മെസ്സേജ് പാസ് ചെയ്യുന്ന ഒരു വേ ഓഫ് മെസ്സേജിനാണ് സ്ക്രോൾസിൽ എഴുതി അയക്കുക. അപ്പോൾ ബൈബിൾ വാസ് റിട്ടൺ ഇൻ ദാറ്റ് സ്ക്രോൾസ്. അപ്പോൾ അത്രത്തോളം ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ളൊരു കാര്യമായിരുന്നു. അപ്പം രാജാക്കന്മാർക്ക്, റോയൽ ആയിരിക്കുന്ന ആൾക്കാർക്ക് എങ്ങനെ മെസ്സേജ് പാസ് ചെയ്യുമോ അതുപോലെ സ്ക്രോൾസിൽ എഴുതി സൂക്ഷിച്ച ഒരു പുസ്തകമാണ് ബൈബിൾ. നമ്മൾ ഈ ബൈബിൾ 66 ബുക്സ് ഉണ്ട്. അതിൽ തന്നെ ലൈക്ക് 929 ചാപ്റ്റേഴ്സ് ഇൻ ദി ഓൾഡ് ടെസ്റ്റ്മെന്റ്. അതിൽ തന്നെ 23,145 വേഴ്സസ്. ന്യൂ ടെസ്റ്റ്മെന്റിൽ 260 ചാപ്റ്റേഴ്സും 7,957 വേഴ്സസ്. അപ്പം ഈ ലൈക്ക് ഇതിൽ തന്നെ in the Old Testament there are 39 books. In the New Testament 27 books. അപ്പം Old Testament total 66, right? Yes. അപ്പം അഡീഷൻ എല്ലാം ചെയ്യുമ്പോൾ 66. അപ്പം ഈ ഓൾഡ് ടെസ്റ്റമെന്റിൽ ലോ ബുക്സ്, നമ്മൾ ലോ ബുക്സ് എന്ന് പറഞ്ഞാൽ ഈ ലോ ലോ ബുക്സ് മീൻസ് നിയമങ്ങൾ പറയുന്ന ബുക്സ്. അപ്പം ഇതില് 5 ബുക്സ് ഉണ്ട്. ജെനസിസ് ടു ഡ്യൂട്ടോണമി വരെയാണ്. ജെനസിസിലല്ലേ ക്രിയേഷനെ പറ്റി? യെസ്, ഈ ജെനസിസ് ടു ഡ്യൂട്ടോണമിയിലുള്ള എല്ലാ കാര്യങ്ങളും ഈ ലോ ബുക്സിലുള്ള ഒരു കാര്യമാണ്. ഇതിൽ തന്നെ 5 ബുക്സ് ഉണ്ട്. അടുത്തത് ഹിസ്റ്ററി. അതിൽ ഹിസ്റ്ററി ബുക്സിൽ 12 ബുക്സ് ഉണ്ട്. അത് ജോഷുവ ടു എസ്തർ. വിസ്ഡം ലിറ്ററേച്ചർ, അതിൽ 5 ബുക്സ് ഉണ്ട്. അതിൽ ജോബ് ടു സോങ്സ് ഓഫ് സോളമൻ. Yes, Songs of Solomon. Written by Solomon. പിന്നെ Prophecies. അതിൽ 17 ബുക്സ് ഉണ്ട്. 17 അത് 5 മേജർ പ്രോഫറ്റ്സ് ഉണ്ട്, സ്മോൾ പ്രോഫറ്റ്സ് ഉണ്ട്, ഇൻക്ലൂഡിംഗ് ലൈക്ക് ഐസയ, ജെറമയ, ഡാനിയൽ. They are called major prophets. അപ്പോൾ ഇതിൽ ഐസയ ടു മലാക്കി. ഇനി അടുത്തത് ന്യൂ ടെസ്റ്റ്മെന്റ്. ന്യൂ ടെസ്റ്റ്മെന്റ് ഗോസ്പൽസ് ഉണ്ട്. നമുക്ക് എല്ലാവർക്കും അറിയാം, മാത്യു, മാർക്ക്, ലൂക്ക്, ജോൺ, 4. അപ്പം ഇനി അടുത്തത് ഹിസ്റ്ററി. ഇതില് വർണ്ണമേ ഉള്ളൂ. അതാണ് ഗോസ്പൽ. ഇപ്പം എക്സ്പെഷ്യലി നമ്മൾക്ക് യേശുവിനെ പറ്റി കൂടുതൽ അറിയാൻ ആഗ്രഹമുണ്ടെങ്കിൽ ഗോസ്പൽസിൽ നിന്നായിരിക്കണം വായിച്ചു തുടങ്ങേണ്ടത്. ആദ്യം നമുക്ക് മിക്കവർക്കും ജോൺ വായിക്കുന്നതാണ്
അപ്പോൾ എല്ലാം നമുക്ക് ബേസിൽ നിന്ന് തുടങ്ങാൻ ആഗ്രഹമുണ്ടെങ്കിൽ ജോൺ വായിക്കുന്നതാണ് ഒരു ലൈക്ക് ഞാൻ പറയുന്നത് എൻ്റെ രീതിയിൽ ജോൺ ആയിരിക്കും ഫസ്റ്റ് വായിക്കാൻ നല്ല ഒരു കാര്യം. ഓക്കെ, ഇനി അടുത്തത് എപ്പിസ്റ്റൽസ്. അതിൽ 21 ഉണ്ട്. 21 അത് റോമൻസ് ടു ജൂഡ്. ഇനി പ്രൊഫസി ഇസ് ഓൺലി 1. റെവലേഷൻ നമ്മളിനും സംഭവിക്കാൻ പോകുന്ന കാര്യം, സംഭവിച്ചിട്ടുള്ള കാര്യങ്ങൾ ലൈക്ക് റൈറ്റ് നൗ ആണ് റെവലേഷനിലെല്ലാം ഉണ്ട്. ഇനി ഇതുപോലെ അങ്ങനെ കുറേ കാര്യങ്ങളുണ്ട്. ഓക്കെ, അപ്പോൾ സൺഡേ സ്കൂളിൽ പോകുന്നത് വെറുതെ അല്ല അല്ലേ? ഓക്കെ, സൺഡേ സ്കൂളിൽ പഠിക്കാനൊക്കെ ദൈവം സഹായിക്കുന്നുണ്ട് അല്ലേ? ഓക്കെ, ഇനി ലെറ്റ് മീ ആസ്ക് സംതിങ്. ഇങ്ങനെ ഞാൻ ചോദിക്കട്ടെ, ബൈബിളിലുള്ള എല്ലാ കാര്യങ്ങളും ചിലർക്ക് കംപ്ലീറ്റ് ആയിട്ട് വിശ്വാസമുണ്ടോ? ബൈബിളിനെ പറ്റി പഠിക്കുമ്പോൾ എന്തെങ്കിലും സംശയം തോന്നാറുണ്ടോ? പപ്പയെടുത്തോ മമ്മയെടുത്തോ സൺഡേ സ്കൂൾ ടീച്ചേഴ്സിൻ്റെ അടുത്തോ പാസ്റ്റേഴ്സിൻ്റെ അടുത്തോ ചോദിക്കാൻ പറ്റാത്ത എന്തെങ്കിലും സംശയം മനസ്സിലുണ്ടോ? മനസ്സിലെന്ന് വെച്ചാൽ കുറേ ലൈക്ക് സംശയങ്ങളുണ്ട്. പക്ഷേ വൺ തിങ് എവറി പേഴ്സൺ എല്ലാവരും പറയുന്നൊരു കാര്യമാണ്, ദൈവത്തെ നല്ലല്ലോ ഉണ്ടാക്കി. ഇറ്റ് വാസ് റിട്ടൺ ബൈ മാൻ. ഒരു മനുഷ്യനാണ് ഉണ്ടാക്കിയത്. എല്ലാവരും തന്നെ പറയുന്നുണ്ട് മനുഷ്യന്മാരെ വിശ്വസിക്കാൻ പാടില്ല, എല്ലാം പറയുന്നുണ്ട്. പക്ഷെ അത് ദ ബൈബിൾ വാസ് റിട്ടൺ ബൈ മാൻ. സോ ക്യാൻ വി ലൈക്ക് ബിലീവ്? ഓക്കെ, വളരെ നൈസ് ക്വസ്റ്റ്യൻ. നല്ല ക്വസ്റ്റ്യനാണ് ചോദിച്ചത്. കുഞ്ഞുങ്ങൾക്ക് എല്ലാം മനസ്സിലുള്ള ഒരു മനുഷ്യനല്ലേ ബൈബിൾ എഴുതിയത്? അതെ, മനുഷ്യൻ തന്നെയാണ് ബൈബിൾ എഴുതിയത്. ബട്ട് ബൈബിൾ പഠിക്കുമ്പോൾ ഇറ്റ് ഈസ് കംപ്ലീറ്റ്ലി അണ്ടർ ഗോഡ്സ് ഗൈഡൻസ്. ദൈവത്തിൻ്റെ ഗൈഡൻസിൽ മാത്രമാണ് മനുഷ്യർക്ക് ഈ പുസ്തകം എഴുതാൻ പറ്റുന്നത്. എത്ര പേരാണ് ഈ ബൈബിൾ എഴുതിയിട്ടുള്ളതെന്ന് അറിയാമോ? ഏകദേശം 40-ലധികം ഓതേഴ്സ് എഴുതിയിട്ടുള്ള ഒരു പുസ്തകമാണ് ബൈബിൾ. ഓൾമോസ്റ്റ് 1500 വർഷം എടുത്തു. 1500 years, 40 authors took a big time to write ബൈബിൾ. അപ്പോൾ ഇവർ എഴുതിയിട്ടുള്ള ഓതേഴ്സ് അവർ തമ്മിൽ കണ്ടിട്ടില്ല. ഒരു പക്ഷേ ഒരു ആൾ എഴുതിയിട്ട് 100 വർഷം കഴിഞ്ഞിട്ടായിരിക്കും അടുത്ത ആൾ എഴുതുന്നത്. ദേ ഹാവൻ മീറ്റ് ഈച്ച് അതർ. അവർക്ക് പരസ്പരം അറിയത്തില്ല. ബട്ട് ബൈബിൾ വായിക്കുമ്പോൾ ദർ ഇസ് എ കണക്ഷൻ ബിറ്റ്വീൻ ഈച്ച് ബുക്സ്. എല്ലാ പുസ്തകത്തിനും തമ്മിലൊരു ബന്ധമുണ്ട്. ഇറ്റ് ഷോസ് ഇറ്റ് ഈസ് റിട്ടൺ ബൈ ദ ഗൈഡൻസ് ഓഫ് ഗോഡ്. രണ്ടാമത്തെ കാര്യം, ഈ പുസ്തകം ഇറ്റ് ഈസ് ഇൻസ്പയർഡ് ബൈ ഗോഡ്. ദൈവത്തിൻ്റെ ഇൻസ്പിറേഷനിൽ കൂടി മനുഷ്യരെ എഴുതിയത്. ഡോണ്ട് തിങ്ക് ലൈക്ക് അത് ഡിക്റ്റേറ്റ് ചെയ്തതല്ല. ഇപ്പം എഴുതുന്ന ആളെടുത്ത് പറയാം എഴുതാം ഇൻ ദ ബിഗിനിങ്, അങ്ങനെ വേർഡ് ബൈ വേർഡ് പറഞ്ഞു. ഇറ്റ് ഈസ് ഇൻസ്പയർഡ്. അപ്പോൾ ഓരോ മനുഷ്യർക്ക് ദൈവം കൊടുത്തിരിക്കുന്ന ആ ഒരു പ്രകാശനം, ഇൻസ്പിറേഷൻ എന്ന് പറയുമ്പോൾ പ്രകാശനം, അതിനനുസരിച്ച് അവർ ബൈബിൾ എഴുതിയിട്ടുണ്ട്. ഈ ബൈബിൾ എഴുതിയിരിക്കുന്ന പ്രോഫറ്റ്സ് എഴുതിയിട്ടുണ്ട്, കിങ്സ് എഴുതിയിട്ടുണ്ട്, പ്രീസ്റ്റ് എഴുതിയിട്ടുണ്ട്, ഫിഷർമെൻസ് എഴുതിയിട്ടുണ്ട്. ഇങ്ങനെ ഒത്തിരി പേര് എഴുതിയിട്ടുള്ള ഒരു പുസ്തകമാണ് ബൈബിൾ. ഓക്കെ, അപ്പോൾ ഇതിൽ ദൈവിക ജ്ഞാനം ഉണ്ട്, ദൈവിക വിസ്ഡം ഇതിലുണ്ട്. സോ ഈവൻ ഇറ്റ് ഈസ് റിട്ടൺ ബൈ മാൻ, ബട്ട് ഇറ്റ് ഈസ് കംപ്ലീറ്റ്ലി ഇൻസ്പയർഡ് ബൈ ഗോഡ്. ദൈവത്താൽ അവർ എഴുതിയതാണ്. ഇതുപോലെ നോക്കിയപ്പം ഇത് ഇവരുണ്ടാക്കിയാലും ബൈ ദ സ്പിരിച്വൽ ഗൈഡൻസ് ഓഫ് മാൻ അല്ല ബൈ ഗോഡ് ആണ് ലൈക്ക് മാൻ എഴുതിയത്. അപ്പം വെറും ലൈക്ക് വിത്ത് ദ ഹെൽപ്പ് ഓഫ് ദ ഹോളി സ്പിരിറ്റ് ആണ് നമ്മളുടെ ദ ഹോളി ബൈബിൾ എഴുതിയത്. അതെ, ഇനി ബൈബിൾ ഇസ് വെരി മച്ച് ഇമ്പോർട്ടൻറ്റ് ടു us. അത് ക്രിസ്ത്യൻസിന് മാത്രമല്ല, all the human. വേറെ കാര്യമുണ്ട്, ലൈക്ക് ഈ ബൈബിളിൽ തന്നെ ഇപ്പൊ നമുക്ക് എന്ത് പ്രശ്നം വന്നാലും, നമുക്കിപ്പോ ടെൻഷൻ, പാരന്റ്സിന്റെ കൂടെ അടി ഉണ്ടാക്കിയാലും, എന്ത് പ്രശ്നം വന്നാലും ഈ ബൈബിളിലെ എന്ത് പ്രോബ്ലം സോൾവ് ചെയ്യാനുള്ള ഒരു എക്സ് ആണ്. നമ്മളുടെ മാത്സിൽ നമ്മൾ പഠിക്കുന്ന പോലെ ദി ആൻസർ ഓഫ് അവർ പ്രോബ്ലം ലൈക്ക് സൊല്യൂഷൻ ഓഫ് അവർ പ്രോബ്ലംസ് ഇസ് ദ ബൈബിൾ. എന്ത് പ്രശ്നം ഉണ്ടെങ്കിലും എന്ത് ടെൻഷൻ ഉണ്ടെങ്കിലും ബൈബിൾ വായിച്ചാൽ മാറാനുള്ള കാര്യങ്ങളുള്ളൂ. എന്തെങ്കിലും എക്സ്പീരിയൻസ് ഉണ്ടോ? എക്സാംസ് വരുമ്പോഴാണ് പ്രധാനപ്പെട്ട കുഞ്ഞുങ്ങൾക്ക് ടെൻഷൻ വരുന്നത്. നമ്മൾ ബൈബിൾ വായിക്കും. ഓക്കെ, ഞാൻ 1-2 കാര്യങ്ങൾ പറയട്ടെ. ബൈബിളിൽ ഒരു വാക്യം ഉണ്ട്. ബൈബിൾ എന്താണെന്ന് നമുക്ക് മനസ്സിലാകുന്ന രീതിയിൽ നമ്മൾ നേരത്തെ ചോദിച്ചില്ലേ, ഇത് മനുഷ്യർ എഴുതിയതല്ലേ എന്ന് പറയുന്നത് ബൈബിളിലൊരു പ്രൂഫാണ്. ഞാനത് വായിക്കാം. ഓക്കെ, 2 Timothy chapter 3 verse 16.
അതിങ്ങനെ എഴുതിയിരിക്കുന്നു, ഓൾ സ്ക്രിപ്ചേഴ്സ് ഇസ് ഗിവൺ ബൈ ദ ഇൻസ്പിറേഷൻ ഓഫ് ഗോഡ് ആൻഡ് ഇറ്റ് ഈസ് പ്രോഫിറ്റബിൾ ഓർ ഡോക്ട്രിൻ, ഫോർ റിപ്രൂഫ്, ഫോർ റിക്കറക്ഷൻ, ഫോർ ഇൻസ്ട്രക്ഷൻ ഇൻ റൈച്ചസ്നെസ്. മനസ്സിലായോ? അപ്പോൾ മനുഷ്യൻ്റെ ജീവിതത്തിലെ കറക്ഷന് വേണ്ടിയാണ് ബൈബിൾ എഴുതിയിരിക്കുന്നത്. ഇറ്റ് ഈസ് കംപ്ലീറ്റ്ലി 100% ഇൻസ്പയർഡ് ബൈ ഗോഡ്. ഇനി രണ്ടാമത്തെ കാര്യം നമ്മൾ നേരത്തെ പറഞ്ഞൊരു കാര്യമാണ്, ബൈബിൾ ഈസ് ഫോർ സ്പിരിച്വൽ ഗൈഡൻസ്. നമ്മുടെ സ്പിരിച്വൽ ഗൈഡൻസിന് വേണ്ടിയാണ് ബൈബിൾ വായിക്കേണ്ടത്. നമുക്ക് സ്പിരിച്വലി നമുക്ക് ഗ്രോത്ത് ഉണ്ടാവണം. അടുത്ത കാര്യം ഹിസ്റ്റോറിക്കൽ സിഗ്നിഫിക്കൻസ്. ബൈബിൾ നമ്മൾ വായിക്കുമ്പോൾ ചരിത്രപരമായ സംഭവങ്ങളുടെ തെളിവ് നമുക്ക് ബൈബിളിൽ കാണുവാൻ കഴിയും. ഹിസ്റ്റോറിക്കൽ ബുക്സിലുള്ള നമ്മളിപ്പോൾ ലൈബ്രറീസിൽ പോകുമ്പോൾ ഹിസ്റ്റോറിക്കൽ ബുക്സ് കാണും. ഈവൻ യു ആർ സ്റ്റഡിങ് ഓൾസോ ഹിസ്റ്ററി, റൈറ്റ്? ഹിസ്റ്ററി ബുക്സിൽ ബൈബിൾ ഇസ് എ ഹിസ്റ്റോറിക്കൽ ബുക്ക്. ഏൻഷ്യൻ കാലത്ത് നടന്നിട്ടുള്ള എല്ലാ കാര്യങ്ങളെ കുറിച്ചുള്ള A to Z കാര്യങ്ങൾ നമുക്ക് ബൈബിൾ നോക്കിയാൽ ബൈബിൾ ആണ് മോസ്റ്റ് ലൈക്ക് സോൾഡ് ബുക്ക്. യെസ്, അത് തന്നെ ലൈക്ക് ലാസ്റ്റ് ഇയർ 5 ബില്യൺ അത്ര ബൈബിൾസ് ഈ ലോകത്തുണ്ട്. അതിനെക്കാട്ടിലുണ്ട് ഓൺലി ലാസ്റ്റ് ഇയർ ആൻഡ് ലൈക്ക് പ്രീവിയസ് ഇയേഴ്സ് അനുസരിച്ച് നോക്കിയാൽ മാത്രമേ അത്ര 5 ബില്യൺ ബൈബിൾസ് ഉണ്ട്. അപ്പം ലൈക്ക് ഇത്ര നാൾ എത്ര ബൈബിൾ ഉണ്ടെന്ന് ആലോചിക്കുമ്പോൾ എണ്ണാൻ പോലും പറ്റത്തില്ല, അത്രയ്ക്ക് ബൈബിളുണ്ട്. But that's like a proud thing. Yes, of course. ഈ ബൈബിളിന്റെ പിന്നെ നമ്മൾ ചിന്തിക്കുമ്പോൾ ബൈബിൾ ഇറ്റ്സ് ഓൾമോസ്റ്റ് ട്രാൻസ്ലേറ്റഡ് 2000 അധികം ലാംഗ്വേജസിൽ ബൈബിൾ ട്രാൻസ്ലേറ്റ് ചെയ്ത് ഓൾ ഓവർ ദ വേൾഡ്. ഡയലക്റ്റ് ഉള്ള ലെറ്റേഴ്സ് ഉള്ള എല്ലാ ഭാഷകളിലും ഓൾമോസ്റ്റ് ബൈബിൾ എത്തിയിട്ടുണ്ട്. കുറേ വേർഷൻസ് ഉണ്ട്. ഈവൻ ഡിജിറ്റലൈസ്ഡ് ആയിട്ട് തന്നെ നമുക്ക് ബൈബിൾ കിട്ടും. ബൈബിൾ ഇല്ലാത്ത ആൾക്കാർക്ക് ഫോൺ മിക്കവർക്കും ഉണ്ട്. അതിൽ നമുക്ക് വേറെ ഒരു ആപ്പ് ഡൗൺലോഡ് ചെയ്താൽ മതി, അതിൽ നമുക്ക് ബൈബിൾ വായിക്കാം. അതെ, ഈവൻ ബൈബിൾ ട്രാൻസ്ലേഷൻ ചെയ്ത ആൾക്കാർ ഒത്തിരി സഫർ ചെയ്തിട്ടുണ്ട്. ഒത്തിരി പേര് മർഡേർഡ് ബിക്കോസ് മിഷണറീസിനെ മർഡർ ചെയ്തിട്ടുണ്ട്. ബൈബിൾ ട്രാൻസ്ലേഷൻ ചെയ്യുമ്പോൾ ഇറ്റ് ഈസ് വെരി ടഫ് ജോബ്. അപ്പോൾ പല ലാംഗ്വേജസിലും നമുക്കത് കാണുവാൻ കഴിയും. പിന്നെ ഇറ്റ് ഈസ് എ ബുക്ക് ഓഫ് ഇറ്റ് ഈസ് എ മാസ്റ്റർ പീസ് ഓഫ് ലിറ്ററേച്ചർ ഓൾസോ, ലിറ്റററി വർക്ക്സ്. പാട്ട് ഏത് ബുക്കാണെന്ന് പറയുമോ? സാംസ് ഓൾമോസ്റ്റ് 150 ചാപ്റ്റേഴ്സ് ഉണ്ട്. അതെല്ലാം പാട്ടുകളാണ്. നമുക്ക് അതിൽ കാണുവാൻ കഴിയും. പിന്നെ അതെ അത്യുന്നതിന്റെ മറവിൽ വസിക്കുക സർവശക്തി അല്ലേ, അങ്ങനത്തെ പാട്ടുകളൊക്കെ നമുക്ക് കാണുവാൻ കഴിയും. പിന്നെ അതുപോലെ ഇറ്റ് ഈസ് എ ലൈഫ് ട്രാൻസ്ഫോമിംഗ് ബുക്ക്. ഒരു വ്യക്തിയെ കംപ്ലീറ്റ് ആയിട്ട് മാറ്റുവാൻ ബൈബിളിന് സാധിക്കും. അടുത്തത് ഇറ്റ് ഈസ് എ കമ്മ്യൂണിറ്റി ബിൽഡിംഗ് ബുക്ക്. നമ്മളിപ്പോൾ ആയിരിക്കുന്ന ഒരു കമ്മ്യൂണിറ്റിയെ ബിൽഡ് ചെയ്യുവാൻ ബൈബിളിന് കഴിയും. ഇറ്റ്സ് സോ പവർഫുൾ. ആൻഡ് ഇനി കുറച്ചുകൂടി ഡീപ്പായിട്ട് വരുമ്പോൾ ദിസ് ഈസ് എ സോഴ്സ് ഓഫ് കംഫർട്ട്. നമുക്ക് ആശ്വാസം കിട്ടാൻ വേണ്ടി, നമുക്ക് സമാധാനം കിട്ടാൻ വേണ്ടി, സന്തോഷം കിട്ടാൻ വേണ്ടി ഏറ്റവും നല്ലൊരു ബുക്കാണ് ബൈബിൾ. എപ്പോഴും പാരൻസ് കൂടെ ഉണ്ടാവുമോ? ഇല്ല. ബൈബിൾ ഈസ് ഓൾവേസ് വിത്ത് us. എപ്പോഴും ബൈബിളിലെ വാക്യങ്ങൾ നമുക്ക് the word of God. Then this is a foundation of our വിശ്വാസത്തിൻ്റെ അടിസ്ഥാനമുള്ളൊരു പുസ്തകം കൂടി ആണ് ബൈബിൾ. ഓക്കെ, പിന്നെ ഇനി എന്താ ഒരു ആഡ് ചെയ്യാനുള്ളത്? നമ്മളിപ്പം ബൈബിൾ മെഡിറ്റേറ്റ് ചെയ്യണം. പിന്നെ കുറേ കാര്യങ്ങളുണ്ട്. ബൈബിളിന്റെ ലാംഗ്വേജസ് കൂടെ ഒന്ന് പറയട്ടെ. ബൈബിൾ എഴുതിയിരിക്കുന്ന 3 മെയിൻ ലാംഗ്വേജസ്. 2 ലാംഗ്വേജ്. ഏതൊക്കെ? ഗ്രീക്ക് ഉണ്ട്, അറമൈക്ക് ഉണ്ട്. ഓക്കെ, 3 ലാംഗ്വേജസിലാണ് ബൈബിൾ എഴുതിയിട്ടുള്ളത്. ഓക്കെ, അപ്പോൾ ഇങ്ങനെയുള്ള കാര്യങ്ങളാണ് നമ്മൾ ഇന്ന് ഷെയർ ചെയ്യാൻ ആഗ്രഹിക്കുന്നത്. കുറച്ച് കാര്യങ്ങൾ നമുക്ക് നമ്മുടെ ഫ്രണ്ട്സിന് പറഞ്ഞു കൊടുക്കാൻ പറ്റിയോ? കുറേ കാര്യങ്ങൾ പറയാൻ പറ്റി. ഇപ്പം നമ്മുടെ കുറച്ച് ബേസിക്സ് ആയിട്ട് ബൈബിളിനെ പറ്റി ഇപ്പം കുറച്ച് കാര്യങ്ങൾ അറിഞ്ഞു. എവിടെ നിന്ന് ഉണ്ടാക്കിയ, ആരൊക്കെ ഉണ്ടാക്കി, പിന്നെ ഹൗ മെനി ചാപ്റ്റേഴ്സ് ആർ ദർ, ബുക്സ് എത്രണ്ണമുണ്ട്, പിന്നെ ലൈക്ക് ലാംഗ്വേജസ്, പിന്നെ ലൈക്ക് എത്ര ഇതുണ്ട്, ഇതെല്ലാം കുറേ കാര്യങ്ങൾ നമ്മൾ പഠിച്ചു. അതെ 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 അതെ. അപ്പം നമുക്ക് വൈൻഡപ്പ് ചെയ്യാനുള്ള സമയമായി. പ്രിയ ഫ്രണ്ട്സ്, ഇന്നത്തെ പോഡ്കാസ്റ്റിൽ ഞങ്ങളുടെ ഫസ്റ്റ് ടൈമാണ്. ഫസ്റ്റ് ടൈം പ്രശ്നങ്ങളുണ്ട്. ഷുവർ ലെറ്റ് us know the feedbacks.
കമ്മിങ് ഡേയ്സ് വി വുഡ് ലൈക്ക് ടു ഗോ മോർ ഇൻസൈഡ് സ്കൂബ ഡൈവിംഗ് അങ്ങ് വെള്ളത്തിൻ്റെ അകത്തോട്ട് നമുക്ക് പഠിക്കാം കുറേ കാര്യങ്ങൾ. സോ ദിസ് ഇസ് മീ ആൻഡ് മൈ ഡോട്ടർ സൈനിങ് ഓഫ്. God bless you. Bye.